നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ ലീഗിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ വമ്പന്മാരായ അൽ ഇത്തിഹാദിന് വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ 2-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു അൽ ഇത്തിഹാദിനെ പരാജയപ്പെടുത്തിയത്. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ 2 ഗോളുകൾ നേടിക്കൊണ്ട് ഈ മത്സരത്തിൽ തിളങ്ങിയിരുന്നു. അതേസമയം മറ്റൊരു സൂപ്പർ താരമായ കരീം ബെൻസിമയ്ക്ക് ഈ മത്സരത്തിൽ കേവലം ഒരു അസിസ്റ്റ് മാത്രമായിരുന്നു സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നത്. ബെൻസിമയ്ക്ക് ഇതൊരു മോശം സമയമാണ്. അവസാനമായി കളിച്ച 4 മത്സരങ്ങളിൽ നിന്ന് കേവലം 1 ഗോൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇത്തിഹാദിന് ഈ മത്സരങ്ങളിൽ നിന്നും ഒരു വിജയം മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. സൗദി ലീഗിൽ 6ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ ഇവർ പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മോശം പ്രകടനമാണ് അൽ ഇത്തിഹാദും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നത് ബെൻസിമയ്ക്ക് തന്നെയാണ്. സൗദി അറേബ്യയിലെ ജേർണലിസ്റ്റുകൾ തന്നെ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. ആരാധകരും ബെൻസിമയും തമ്മിലുള്ള അകലം വർദ്ധിച്ചു വരുന്നു എന്നാണ് ജേർണലിസ്റ്റ് ആരോപിച്ചിരുന്നത്. ഇതിന് പിന്നാലെ കരീം ബെൻസിമയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അപ്രത്യക്ഷമായത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. താരത്തിൻ്റെ 75 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ഇപ്പോൾ അപ്രത്യക്ഷമായിട്ടുള്ളത്. ഒന്നുകിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടതാവാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടതാവാം. ഇതേക്കുറിച്ച് ഒരുപാട് ഊഹാപോഹങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തൻ്റെ യഥാർത്ഥ മികവിലേക്ക് തിരിച്ചെത്തേണ്ടത് ബെൻസിമയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഒരു സമയമാണിത്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു അദ്ദേഹം യൂറോപ്പ് വിട്ടുകൊണ്ട് സൗദി അറേബ്യയിൽ എത്തിയിരുന്നത്. ആകെ 20 മത്സരങ്ങൾ കളിച്ച് അദ്ദേഹം 12 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഇത്തിഹാദിന്റെ മോശം പ്രകടനത്തെ തുടർന്നായിരുന്നു പരിശീലകനായ നുനോയെ അവർ പുറത്താക്കിയത്. അതിനുശേഷവും അതിൽ നിന്ന് കരകയറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.